ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള മേരി വസിയത്ത് എന്നുള്ള നിബന്ധമാണ്. നിബന്ധം എന്ന് വെച്ചാൽ എസ്സേ, ഉപന്യാസം. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ടറി പാർട്ട് നോക്കാം. മിट्टी से सोना उपजाता कहलाता जो अन्न का दादा, धूप ठंड हो चाहे बारिश, जिसको कोई रोक न पाता. മിट्टी से सोना उपजाता എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ നിന്നും സ്വർണം ഉണ്ടാക്കുന്നവൻ. കെഹലാത്ത ജോ അന്ന കാ ദാദ, ആരാണോ അന്നദാത എന്ന് പറയപ്പെടുന്നത്. ധൂപ്പ് ടണ്ട് ബാരിഷ്, വെയില്, തണുപ്പ്, മഴ, ഇതിനൊന്നും അവരെ തടയാൻ കഴിയുകയില്ല. അപ്പൊ ഇവിടെ ആരെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടാവുക? കർഷകരെ കുറിച്ചിട്ടാണ് പറയുന്നത്. യഹാ കിസാൻ കി മഹിമ കാ വർണ്ണൻ കിയാ ഗയാ ഹൈ, ഇവിടെ കർഷകരുടെ മഹത്വത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഭാരത് के प्रथम प्रधानमंत्री पंडित जवाहरलाल नेहरू अपने लेख में भारत की मिट्टी एवं किसान के प्रति अपना आदर प्रकट करते हैं. പഠേं മേരി വസിയത്ത്. ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ ലേഖ്, തൻ്റെ ഉപന്യാസത്തിൽ ഭാരതത്തിൻ്റെ മിട്ടി, മണ്ണിനോടും അതുപോലെ തന്നെ കർഷകരോടും ഉള്ള തൻ്റെ ആദരവ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് മേരി വസിയത്ത് നോക്കാം. മേരി വസിയത്ത്, വസിയത്ത് എന്ന് വെച്ചാൽ വിൽപത്രം. അപ്പോൾ എൻ്റെ വിൽപത്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം. मुझे देश की जनता ने, मेरे हिंदुस्तानी भाइयों और बहनों ने इतना प्रेम और मोहब्बत दी है कि चाहे मैं जितना कुछ करूं वह उसके एक छोटे से छोटे हिस्से का बदला नहीं हो सकता. അദ്ദേഹം പറയാണ്, ഈ ദേശത്തിലെ ഹിന്ദുസ്ഥാനികളായിട്ടുള്ള സഹോദരന്മാരും സഹോദരിമാരും എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും തിരിച്ചു നൽകാനായിട്ട് എനിക്ക് കഴിയില്ല. ഛോട്ട ഹിസ്സ എന്ന് വെച്ചാൽ ചെറിയ ഒരു ഭാഗം. സച്ച് തോ യഹ് ഹൈ കി പ്രേം ഇത്നി കീമത്തി ചീസ് ഹൈ കി ഇസ്കെ ബദ്ലെ കുച്ച് ദേന മുംകിൻ നഹി ഹൈ. സത്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹം എന്നത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പകരമായിട്ട് ഒന്നും നൽകുക എന്നത് പോസിബിൾ അല്ല, സാധ്യമല്ല. മുംകിൻ എന്ന് വെച്ചാൽ സാധ്യം എന്നാണ്. മുംകിൻ നെഹി എന്ന് പറയുന്നത് കൊണ്ടാണ് സാധ്യമല്ല എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കീംതി, വാല്യുബിൾ ആയിട്ടുള്ള, അമൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ വിലയേറിയ എന്നൊക്കെ പറയാം. ഇസ് ദുനിയ മേ ബഹുത് സേ ലോഗ് ഹുए जिनको अच्छा समझकर बड़ा मानकर उनका आदर किया गया, पूजा गया, लेकिन भारत के लोगों ने छोटे और बड़े, अमीर और गरीब, सब तबकों के बहनों और भाइयों ने मुझे इतना ज्यादा प्यार दिया है कि उसका बयान करना मेरे लिए मुश्किल है और जिससे मैं दब गया. നമ്മളുടെ ഈ ലോകത്ത് ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ നല്ലവരെന്ന് കരുതി, അച്ഛാ സമജ്കർ, ബഡാ മാൻകർ, വലിയവരെന്ന് കരുതി അവരെ ബഹുമാനിക്കാറുണ്ട്, അവരെ പൂജിക്കാറുണ്ട്. പക്ഷേ ഭാരതത്തിലെ ആളുകൾ, ജനങ്ങൾ, ചെറിയവരായാലും വലിയവരായാലും, അമീർ ഓർ ഗരീബ്, പണക്കാരായാലും ദരിദ്രരായാലും, അങ്ങനെ എല്ലാ സെക്ഷനിൽ പെട്ട സഹോദരി സഹോദരന്മാരും എനിക്ക് വളരെ അധികം സ്നേഹം നൽകിയിട്ടുണ്ട്. ഉസ്ക ബയാൻ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമാക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. മുഷ്കിൽ, ബുദ്ധിമുട്ട്. मैं आशा करता हूँ कि मैं अपने जीवन के बाकी वर्षों में अपने देशवासियों की सेवा करता रहूं और उनके प्रेम के योग्य रहूं. എൻ്റെ ആഗ്രഹം, ഞാൻ എൻ്റെ ജീവിതത്തിലെ ബാക്കിയുള്ള വർഷങ്ങൾ കൂടിയും എൻ്റെ ദേശവാസികളെ സേവിക്കുകയും അവരുടെ സ്നേഹത്തിന് അർഹനായിരിക്കുകയും ചെയ്യണമെന്നാണ്. बेशुमार दोस्तों और साथियों के ऊपर और भी ज्यादा एहसानात है. हम बड़े बड़े कामों में एक दूसरे के साथ रहे, शरीक रहे, हमने मिलजुल कर काम किए. ബേഷുമാർ എന്ന് വെച്ചാൽ എണ്ണമറ്റ, ഒരുപാട് സുഹൃത്തുക്കളും പങ്കാളികളും ഉണ്ടായിട്ടുണ്ട്. അവരോട് എനിക്ക് വളരെയധികം കൃതജ്ഞതയുണ്ട്. എഹസാനാത്ത്, കൃതജ്ഞത. ഞങ്ങൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് നിന്നിട്ടുണ്ട്. മിൽജുൽക്കർ രഹന, ഒരുമിച്ച് നിൽക്കുക, കോപ്പറേറ്റ് ചെയ്യുക.
यह तो होता ही है कि जब बड़े काम किए जाते हैं उनमें सफलता भी होती है, नाकामयाबी भी होती है, मगर हम सब शरीक रहे सफलता की खुशी में और नाकामयाबी के दुख में भी. വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതോടൊപ്പം സഫലത എന്ന് വെച്ചാൽ എന്താണ്, വിജയവും ഉണ്ടാകും, അതുപോലെ തന്നെ നാകാമിയാബി പരാജയവും ഉണ്ടാകും. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ നിന്നു, വിജയത്തിന്റെ സന്തോഷത്തിലും പരാജയത്തിന്റെ ദുഃഖത്തിലും. ശരീക് രഹന എന്ന് വെച്ചാൽ സഹഭാഗികളാകുക, ഒരുമിച്ച് പങ്കെടുക്കുക എന്നുള്ളതാണ്. मैं चाहता हूँ और मन से चाहता हूँ कि मेरे मरने के बाद कोई धार्मिक रस्में न अदा की जाए. मैं ऐसी बातों को मानता नहीं हूँ और सिर्फ रस्म समझकर इनमें बंध जाना, धोखे में पड़ना मानता हूँ. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുന്നത് എൻ്റെ മരണത്തിന് ശേഷം ധാർമ്മികമായ രസ്മെന്ന് വെച്ചാൽ ഒരു ചടങ്ങുകൾ അതൊന്നും ചെയ്യേണ്ട എന്നതാണ്. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരു ചടങ്ങ്, ഒരു രീതി എന്നത് കൊണ്ട് ഇത് ചെയ്യുക എന്നത് ഒരു ധോക്ക, ഒരു ചതിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. जब मैं मर जाऊं तो मेरी इच्छा है कि मेरा दाह संस्कार कर दिया जाए. ദാഹ് സംസ്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കത്തിക്കുന്നതിനെയാണ് പറയുന്നത്, ബോഡിക്ക് തീ വെക്കുന്നതിനെ, അല്ലാണ്ട് കുഴിച്ചിടുക അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ദാഹ് സംസ്കാർ നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. अगर मैं विदेश में मरूं तो मेरे शरीर को जला दिया जाए और मेरी अस्थियां इलाहाबाद भेज दी जाएं. इनमें से मुट्ठी भर गंगा में डाल दी जाएं और उनके बड़े हिस्से के साथ क्या किया जाए मैं आगे बता रहा हूँ. इनका कुछ भी हिस्सा किसी हालत में बचाकर न रखा जाए. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ വിദേശത്താണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ ബോഡി കത്തിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് അയക്കുക, അതിൽ നിന്നും ഒരു മുട്ടി എന്ന് വെച്ചാൽ ഒരു പിടി ഗംഗയിൽ ഒഴുക്കി വിടുക. എന്നിട്ട് ബാക്കി മേജർ പോർഷൻ ഉണ്ടല്ലോ, കൂടുതൽ ഉള്ള ഭാഗം, അത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ എസ്സേയുടെ ലാസ്റ്റിലെത്തുമ്പോൾ അദ്ദേഹം പറയും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഈ അസ്ഥികളുടെ ഭസ്മം ഉണ്ടല്ലോ, അത് എവിടെയും സംരക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എല്ലാതും എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ പറയും എന്നാണ് പറയുന്നത്. गंगा में अस्थियों का कुछ हिस्सा डलवाने की इच्छा के पीछे जहाँ तक मेरा ताल्लुक है कोई धार्मिक ख्याल नहीं है. ഗംഗയിലെ അസ്ഥി ഒഴുക്കി വിടണം എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹത്തിന്റെ പിന്നിൽ എനിക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു ചിന്തയും ഇല്ല. धार्मिक ख्याल, धार्मिकമായ ചിന്ത. इस बारे में मेरी कोई धार्मिक भावना नहीं है. मुझे बचपन से गंगा और जमुना से लगाव रहा है और जैसे जैसे मैं बड़ा हुआ वह लगाव बढ़ता गया. ഇതിന്റെ പിന്നിൽ എനിക്ക് മതപരമായ യാതൊരു ആഗ്രഹവുമില്ല. എനിക്ക് പണ്ട് മുതലേ, ബച്പൻ കുട്ടിക്കാലം മുതലേ ഗംഗയോടും യമുനയോടും ഈ നദികളോട് വളരെ അധികം ലഗാവ്, ഇഷ്ടം, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ വളരുന്നതോടൊപ്പം ആ ഒരു അറ്റാച്ച്മെന്റും കൂടി വന്നു. मैंने मौसमों के बदलने के साथ इनके बदलते हुए रंग और रूप को देखा है और कई बार मुझे याद आई उस इतिहास की, उन परंपराओं की, उन पौराणिक गाथाओं की, उन गीतों और कहानियों की जो कि कई युगों से उनके साथ जुड़ी है और उनके बहते हुए पानी में घुल मिल गई है. ഞാൻ മാറുന്ന മോസം, ക്ലൈമറ്റ്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവയിലുണ്ടാവുന്ന മാറ്റവും കണ്ടിട്ടുണ്ട്. രംഗ് ഓർ രൂപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു നേച്ചറിലുള്ള വ്യത്യാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവയെ നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഇതിഹാസ്, ചരിത്രം, പരമ്പരകൾ, അതുപോലെ തന്നെ പൗരാണിക് ഗാഥായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗരാണികമായ കഥകള്, ഗീതങ്ങള് എല്ലാം തന്നെ ഓർമ്മ വരാറുണ്ട്. അത് യുഗങ്ങളായി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇവയിലെ ഒഴുകുന്ന വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. ഗുൽമിൽന എന്ന് വെച്ച് കഴിഞ്ഞാല് മിക്സ് ആവുക, ബഹന ഒഴുകുക.
അദ്ദേഹം തന്റെ അസ്ഥികൾ ഇലഹബാദിലേക്ക് കൊടുത്തുവിടാനാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ നേരത്തെ പ്ലേസിന്റെ പേര് പറയാൻ വിട്ടുപോയി തോന്നുന്നു. गंगा तो विशेषकर भारत की नदी है, जनता की प्रिय है. उससे भारत की जातियां, स्मृतियां, उसकी आशाएं और उसके भय, विजय गान, उसकी विजय और पराजय लिपटी हुई है. ഗംഗ എന്നത് എസ്പെഷ്യലി ഭാരതത്തിന്റെ നദിയാണ്, ജനങ്ങളുടെ പ്രിയപ്പെട്ട നദിയാണ്. അതുമായി ഭാരതത്തിന്റെ ഓർമ്മകൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ഭയം, വിജയം, അവരുടെ പരാജയം എല്ലാം തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഗംഗ तो भारत की सभ्यता का प्रतीक रही है, निशान रही है. सदा बदलती, सदा बहती, फिर बही गंगा की गंगा. ഗംഗ എന്നും ഭാരതത്തിന്റെ സഭ്യതയുടെ ഒരു പ്രതീകമായിരുന്നു. നിഷാൻ എന്ന് വെച്ചാൽ ഒരു ചിഹ്നമായിരുന്നു. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗ. വ മുझे याद दिलाती है हिमालय की बर्फ से ढकी चोटियों और गहरी घाटियों की जिनसे मुझे मोहब्बत रही है. ഗംഗ ജവഹർലാൽ നെഹ്റുവിനെ ഓർമ്മിപ്പിക്കുന്നത് ഹിമാലയത്തിലെ ബർഫ് സെ ഡക്കി എന്ന് വെച്ചാൽ ഐസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള മഞ്ഞു മൂടിയ ചോട്ടിയ ശിഖരങ്ങള്, അതുപോലെ തന്നെ ഗഹരി ഘാട്ടിയ താഴ്വാരങ്ങള്, ആഴമുള്ള താഴ്വാരങ്ങള്, ഇവയോട് അദ്ദേഹത്തിന് വളരെ അധികം ഇഷ്ടമുണ്ട്. और उनके नीचे उपजाऊ और दूर दूर तक फैले मैदान जहां काम करते मेरी जिंदगी गुजरी है. പിന്നെ അതിന്റെ താഴെയായിട്ട് ഒരുപാട് ദൂരത്തേക്ക് ഫേലെ എന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന മൈതാനങ്ങൾ, അവിടെ ജോലി ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എത്രയോ സമയം അവിടെ ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട്. मैंने सुबह की रोशनी में गंगा को मुस्कुराते उछलते कूदते देखा और देखा है शाम के साये में उदास काली सी चादर ओढ़े हुए भेद भरी जाड़ों में सिमटी सी आहिस्ते आहिस्ते बहती सुंदर धारा और बरसात में दहाड़ती गरजती हुई समुद्र की तरह चौड़ा सीना लिए और सागर को बर्बाद करने की शक्ति लिए हुए. സോ അത് വലിയൊരു സെന്റൻസ് ആണ്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഞാൻ പ്രഭാതത്തിലെ ഗംഗയുടെ അവസ്ഥയും കണ്ടിട്ടുണ്ട്, ഈവനിങ്ങിലെ സന്ധ്യാസമയത്ത് ഗംഗ എങ്ങനെയാണെന്നും ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ ഗംഗയുടെ അവസ്ഥ മുസ്കുറാത്തെ ഉച്ചലത്തെ കൂത്തെ എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്ന അങ്ങനെയാണ്. എന്നാൽ ഈവനിങ് ആവുമ്പോൾ കാലീസി ചാദർ ഓടണമെന്ന് വെച്ച് കഴിഞ്ഞാല് കറുപ്പ് കളറുള്ള ചാദർ, ഒരു പുതപ്പ്, ഒരു മാറ്റ് കവർ ചെയ്തതുപോലെ. ജാഡോ മേ സിംടി, ജാഡേന്ന് വെച്ച് കഴിഞ്ഞാല് തണുപ്പ്, തണുപ്പ് കാലത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടിയിട്ടാണ് ഗംഗ ഇരിക്കുന്നുണ്ടാവുക. ആഹിസ്തെ ആഹിസ്തെ ബഹത്തി സുന്ദർ ധാര, ആഹിസ്ത എന്ന് വെച്ചാൽ സ്ലോ ആയിട്ട് പതിയെ ഒഴുകുന്നു. പിന്നെ ബർസാത്ത് മേ ദഹാഡ്തി ഗരജ്തി ഹുയി സമുദ്ര കി തര ചോടാ സീനാ ലിയെ. ബർസാത്ത് എന്ന് വെച്ചാല് മഴക്കാലത്ത് സമുദ്രത്തെ പോലെ, ദഹാഡ്ന ഗരജ്ന എന്ന് വെച്ച് കഴിഞ്ഞാല് ഗർജിച്ചുകൊണ്ട്, സാഗർ കോ ബർബാദ് കർണേ കി ശക്തി ലിയേ ഹുയി, സമുദ്രത്തെ നശിപ്പിക്കാനുള്ള ശക്തിയുള്ളതുപോലെ. യഹി ഗംഗ മേരെ ലിയെ നിശാനി ഹെ ഭാരത് കി പ്രാചീനത കി, യാദ്ഗാർ കി ജോ ബഹത്തി ആയി ഹെ വർത്തമാൻ തക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗംഗ ഭാരതത്തിന്റെ പഴമയുടെ ഒരു സൂചനയാണ്, ഓർമ്മയാണ്. യാദ്ഗാർ ഓർമ്മ. ജോ ബഹത്തി ആയി ഹെ വർത്തമാൻ തക് എന്ന് വെച്ച് കഴിഞ്ഞാല് വർത്തമാനകാലം വരെ ഒഴുകി വന്നിരിക്കുന്ന. और ബഹത്തി ചലി ജാ രഹി ഹെ ഭവിഷ്യ കെ മഹാസാഗർ കി ഓർ, അതുപോലെ തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഭാവിയാകുന്ന മഹാസാഗരത്തിലേക്ക്. भले ही मैंने पुरानी परंपराओं, रीति और रस्मों को छोड़ दिया हो, और मैं चाहता भी हूँ कि हिंदुस्तान इन सब जंजीरों को तोड़ दे जिनमें वह जकड़ा है, जो उसको आगे बढ़ने से रोकती है और जो देश में रहने वालों में फूट डालती है, जो बेशुमार लोगों को दबाए रखती है और जो शरीर आत्मा के विकास को रोकती है. ഞാൻ പണ്ടത്തെ
പരമ്പരകൾ, രീതി ഓർ റസ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഓരോ രീതികൾ, ആചാരങ്ങൾ ഇവയെ എല്ലാം വിട്ടുകളഞ്ഞിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദുസ്ഥാനിലെ ഓരോ വ്യക്തിയും ഈ സഞ്ജീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങല, ഈ ചങ്ങല പൊട്ടിച്ചെറിയണം. ജക്ഡാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങിയിരിക്കുന്ന, അവരെ പുരോഗതിയിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന ഈ ചങ്ങല പൊട്ടിച്ചെറിയണം. ഇത് ഒരുപാട് ജനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ദബായെ രഖ്ന എന്ന് വെച്ചാൽ അടിച്ചമർത്തുക. ഒരുപാട് പേരെ ഇത്തരം ആചാരങ്ങൾ അടിച്ചമർത്തുന്നു. അതുപോലെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും വികാസത്തെ തടസ്സപ്പെടുത്തുന്നു. ഇതിൽ നിന്നും നമ്മൾ മുക്തി നേടേണ്ടിയിരിക്കുന്നു. चाहे यह सब मैं चाहता हूँ, फिर भी मैं यह नहीं चाहता कि मैं अपने को इन पुरानी बातों से बिल्कुल अलग कर लूँ. ഇതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പണ്ടത്തെ എല്ലാ കാര്യത്തിൽ നിന്നും എന്നെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇതിനെയെല്ലാം വിട്ടുകളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. मुझे गर्व है इस शानदार उत्तराधिकार का, इस विरासत का जो हमारी रही है और हमारी है, और मुझे यह अच्छी तरह से मालूम है कि मैं भी, हम भी की तरह इस जंजीर की एक कड़ी हूँ जो कि कभी नहीं और कहीं नहीं टूटी है, और जिसका सिलसिला हिंदुस्तान के अतीत इतिहास के प्रारंभ से चला आता है. ഭാരതത്തിൻ്റെ ചരിത്രം, ഭാരതം ഉണ്ടായപ്പോൾ മുതലുള്ള ആ ഒരു പരമ്പരയുടെ, ആ ഒരു ചങ്ങലയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഹിന്ദുസ്ഥാന്റെ വിരാസത്ത്, പൈതൃകം, അതുപോലെ തന്നെ ഉത്തരാധികാരം, ഇതിലെല്ലാം തന്നെ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അതീത് ഭൂതകാലം, കഴിഞ്ഞുപോയ കാലം, ശാന്താർ ഭവ്യമായ ഈ ഒരു ചങ്ങല ഒരിക്കലും തകർക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. यह सिलसिला मैं कभी नहीं तोड़ सकता क्योंकि मैं उसकी बेहद कद्र करता हूँ और इससे मुझे प्रेरणा, हिम्मत और हौसला मिलता है. ഞാൻ ഒരിക്കലും ഈ ചങ്ങലയെ തകർക്കാനായിട്ട് ശ്രമിക്കില്ല. എന്തെന്നാൽ ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ കെയർ ചെയ്യുന്നു. കദ്ർ കർണ, കെയർ ചെയ്യുക. അതിൽ നിന്നും എനിക്ക് പ്രേരണ, ഹിമ്മത്ത്, ധൈര്യം, ഹോസ്ല, ഹോസ്ല എന്ന് വെച്ചാലും ധൈര്യം എന്നുള്ള മീനിങ്ങിൽ തന്നെയാണ് ഉദ്ദേശിക്കുക. मेरी इस आकांक्षा की पुष्टि के लिए और भारत की संस्कृति को श्रद्धांजलि भेंट करने के लिए मैं यह दरख्वास्त करता हूँ कि मेरी भस्म की एक मुट्ठी इलाहाबाद के पास गंगा में डाल दी जाए, जिससे कि वह उस महासागर में पहुँचे जो हिंदुस्तान को घेरे हुए है. എൻ്റെ ഈ ഒരു പൈതൃകം, ഈ ഒരു സംസ്കൃതിക്ക് ശ്രദ്ധാഞ്ജലി നൽകുക എന്ന ഒരു ആഗ്രഹത്തോടെ ഞാനൊരു ദർഖ്വാസ്ത് എന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. എന്തെന്നാൽ എൻ്റെ അസ്ഥികളുടെ ഭസ്മത്തിൻ്റെ ഒരു പിടി ഇലഹബാദിൻ്റെ അടുത്ത് ഗംഗയിൽ ഇടേണ്ടതാണ്. അത് അവസാനം ഇന്ത്യയെ, ഹിന്ദുസ്ഥാനെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന ആ മഹാസാഗരത്തിൽ എത്തിച്ചേരണമെന്നതാണ് എൻ്റെ ആഗ്രഹം. घेरना, चुटुगा. मेरी भस्म के बाकी हिस्से का क्या किया जाए? मैं चाहता हूँ कि इसे हवाई जहाज में ऊंचाई पर ले जाकर बिखेर दिया जाए, उन खेतों पर जहाँ भारत के किसान मेहनत करते हैं, ताकि वह भारत की मिट्टी में मिल जाए और उसी का अंग बन जाए. ഇനി അദ്ദേഹം പറയുന്നത് എൻ്റെ ബാക്കിയുള്ള ഭസ്മത്തിൻ്റെ ഭാഗം എന്താണ് ചെയ്യേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു ഹവായി ജഹാസ് എന്ന് വെച്ചാൽ എയ്റോപ്ലെയിൻ, ഒരു എയ്റോപ്ലെയിനിൽ കൊണ്ടുപോയി ആകാശത്തിൽ വളരെ മേലെ എത്തുമ്പോൾ അത് തുറന്ന് താഴേക്കിടുക. എവിടേക്കാണ് ഇടേണ്ടത്? താഴെയുള്ള ഖേത്ത്, വയലുകളിലേക്കാണ് ഇടേണ്ടത്. ഭാരതത്തിലെ കർഷകർ അധ്വാനിക്കുന്ന വയലുകളിലേക്ക്. എന്തെന്നാൽ അത് അദ്ദേഹത്തിന്റെ ഈ അസ്ഥി ഭാരതത്തിന്റെ മണ്ണിനോട് ചേർന്ന് അതിന്റെ ഒരു ഭാഗമാകണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇനി നമുക്ക് നിബന്ധിന്റെ സാരാംശം നോക്കാം. ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു നിബന്ധിന്റെ മെയിൻ പോയിന്റ്സ് ആണ് സാരാംശിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് അത് നോക്കാം. മേരി വസിയത്ത് മേ देश और उसकी मिट्टी के प्रति जवाहरलाल जी का असीम अनुराग प्रकट हुआ है. मेरी वसीयत
എന്നുള്ള ഈ ഒരു നിബന്ധില് ദേശത്തെ പ്രതിയും അതിൻ്റെ മണ്ണിനെ പ്രതിയും ജവഹർലാൽ ജിക്ക് ഉള്ള ഒരു സ്നേഹമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അസീം അനുരാഗ് എന്ന് വെച്ചാൽ അതിരില്ലാത്ത സ്നേഹം. ഗംഗ യമുന കെ പ്രതി ഉൻകാ പ്യാർ അസീം ഹെ. ഗംഗ യമുന എന്നീ നദികളെ പ്രതിയുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അളവറ്റതാണ്. വേ വസിയത്ത് കർത്തെ ഹെ कि मरने के बाद अपनी भस्म को हवाई जहाज से भारत के खेतों पर बिखरा दिया जाए. അദ്ദേഹം ഒരു വിൽപത്രം എഴുതിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് മരണശേഷം അദ്ദേഹത്തിന്റെ ഭസ്മം ഒരു എയ്റോപ്ലെയിനിൽ കൊണ്ടുപോയിട്ട് ഭാരതത്തിലെ വയലുകളുടെ മുകളിലായിട്ട് ഇടണം എന്നാണ്. इस तरह वे जिस मिट्टी में जन्मे थे उसी में मिल जाएंगे. ഇപ്രകാരം അദ്ദേഹം ഏത് മണ്ണിലാണോ ജനിച്ചത് അതേ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരും. इसमें नेहरू ने भारत की शानदार सांस्कृतिक विरासत की चर्चा की है. ഈ ഒരു എസ്സേയില് നെഹ്റു ഭാരതത്തിന്റെ ഭവ്യമായ ഒരു പൈതൃകത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. लेकिन वे पुरानी अंधी मान्यताओं और रूढ़ियों से अलग होने का आग्रह करते हैं. इस रचना में देश के प्रति उनका अटूट प्रेम दृष्टिगत होता है. പക്ഷേ അദ്ദേഹം പണ്ടത്തെ അന്ധമായ വിശ്വാസങ്ങളും രൂഢിയാന്ന് വെച്ചാൽ പ്രാക്ടീസസ് ആചാരങ്ങളും ഇതിൽ നിന്നെല്ലാം തന്നെ മാറാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു രചനയില് ദേശത്തെ പ്രതിയുള്ള അദ്ദേഹത്തിന്റെ അട്ടൂട്ട് എന്ന് വെച്ചാൽ അൺബ്രേക്കബിൾ ആയിട്ടുള്ള നമുക്ക് തകർക്കാൻ കഴിയാത്ത സ്നേഹമാണ് പ്രകടമാകുന്നത്. ദൃഷ്ടിഗത് ഹോത്താഹെന്ന് ഉള്ളതിന് പകരം വ്യക്ത് ഹോത്താഹെന്ന് എഴുതിയാലും കുഴപ്പമില്ല.